ഇന്ത്യയെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ആസാമിൽ നിന്ന് പുറത്തു വരുന്നത്. അനധികൃത കുടിയേറ്റക്കാർ അവിടെ ഉള്ളതായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോൾ വരുന്ന കണക്കുകൾ നമ്മെ ആശങ്കപ്പെടുത്തുന്നതല്ലേ? കാരണം ആസാം പോലൊരു ചെറിയൊരു സംസ്ഥാനത്തിൽ ഇത്രത്തോളം ബംഗ്ലാദേശികൾ കടന്നുകയറിയെന്ന് പറയുമ്പോൾ അത് ആരുടെ വീഴ്ചയാണ്? തീർച്ചയായിട്ടും കാലാകാലങ്ങളിൽ മാറി മാറി ഭരിച്ച സർക്കാരുകളെല്ലാം ഇതിന് ഉത്തരം പറയണം. എന്തായാലും ഇപ്പോഴെങ്കിലും നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളത് ആശാവഹമായ കാര്യമാണ്. ഇന്നും ഇന്നലെയുമല്ല ആസാമിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് ഈ അനധികൃത നുഴഞ്ഞുകയറ്റം അഥവാ കുടിയേറ്റം ആരംഭിച്ചത്. അതുമാത്രമല്ല, ബംഗ്ലാദേശികൾ മാത്രമല്ല, അവർ റോഹിംഗ്യകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അതും ഒരു വലിയ ഭീഷണി തന്നെയാണ്. ഇത് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അസം സർക്കാർ നിയമസഭയിൽ പറഞ്ഞ മറുപടിയാണ്. അതായത് അസമിൽ നിന്നുള്ള മന്ത്രി അതുൽ ബോറയാണ് ഇക്കാര്യം നിയമസഭയിൽ വ്യക്തമാക്കിയത്. അദ്ദേഹം മേശപ്പുറത്ത് വെച്ച കണക്കുകൾ അനുസരിച്ച് 1.66 ലക്ഷം ബംഗ്ലാദേശികൾ അസമിൽ ഉണ്ട് എന്ന് സർക്കാർ ഔദ്യോഗികമായി കണ്ടെത്തിയിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 30,100-ലധികം പേരെയാണ് സംസ്ഥാനത്ത് നിന്ന് തിരിച്ച് അങ്ങോട്ടേക്ക്, അതായത് ബംഗ്ലാദേശിലേക്ക് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു, അതായത് തിരിച്ചയക്കുന്ന പ്രക്രിയ. ഇത് 1971 മുമ്പും 71 ശേഷവുമായിട്ട് ഈ കുടിയേറ്റത്തെ സർക്കാർ തരംതിരിച്ച് വളരെ കൃത്യമായിട്ട് കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കിട്ടിയ വിവരങ്ങൾ ഞാനിവിടെ പങ്കുവെക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് വരാം കൂടുതൽ വിശദമായിട്ട്. അതായത് കോൺഗ്രസ് MLA അബ്ദുൾ റഹീം അഹമ്മദ്, അദ്ദേഹമാണ് ഒരു ചോദ്യം സഭയിൽ ഉന്നയിച്ചത്. അദ്ദേഹത്തിന് മറുപടി നൽകുകയാണ്. 2024 ഡിസംബർ 31 വരെ ആകെ 1,65,531 കുടിയേറ്റക്കാർ അസമിൽ ഉണ്ട്, ഈ അനധികൃതമായി നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾ ഉണ്ട് എന്നാണ് സർക്കാർ കൊടുത്തിരിക്കുന്ന മറുപടി. ഇവരെ കണ്ടെത്തി, ഇവരെ പ്രത്യേകം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഇതിൽ 32,870 പേർ നുഴഞ്ഞു കയറിയവർ 1966-നും 71-നും ഇടയ്ക്ക് നുഴഞ്ഞു കയറിയതാണ്. ആ കാലത്തൊക്കെ നമുക്കറിയാം ബംഗ്ലാദേശിലൊക്കെ വലിയ കലാപങ്ങളൊക്കെ ഉണ്ടായി, അഭയാർത്ഥി പ്രവാഹമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുമൊക്കെ ഇതിനൊരു കാരണമാണ്. അത് കഴിഞ്ഞിട്ട് അതേസമയം 1,32,661 പേർ പൗരത്വം നിർണ്ണയിക്കുന്നതിനുള്ള കട്ട് ഓഫ് വർഷം 1971 മാർച്ച് ആയിരുന്നു. അതിനുശേഷം വന്നവരാണ്. അപ്പോൾ അഭയാർത്ഥി പ്രവാഹം കൊണ്ട് വന്നവരുടെ എണ്ണവും അതിനുശേഷം വന്നവരുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ. ഇത് ഒരു ചെറിയ കാര്യമല്ല. ഈ 1,32,000 പേര് 71-ന് ശേഷം 1971-ന് ശേഷം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി, അസമിലേക്ക് നുഴഞ്ഞു കയറി എന്ന് പറയുന്നത് ഒരു വലിയ ഭീഷണി തന്നെയാണ്. ഞാൻ അതിലേക്ക് വരാം. ഇതുവരെ 30,115 അനധികൃത വിദേശികളെ നാട് കടത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ബംഗ്ലാദേശികൾ മാത്രമല്ല, റോഹിംഗ്യകളും അതിനകത്തുണ്ട് എന്ന് തന്നെയല്ലേ? അപ്പോൾ അവരെ നാട് കടത്തിയിട്ടുണ്ട്. ചരിത്രപരമായി ഈ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം ഒരു കൃത്യമായിട്ട് എല്ലാ വർഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ എന്തെങ്കിലും കലാപം ഉണ്ടാകുമ്പോൾ, അവിടെ പ്രശ്നമുണ്ടാകുമ്പോൾ, അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരും. അത് മാത്രമല്ല, കോൺഗ്രസ് സർക്കാർ ഇതിനെല്ലാം അനുകൂലമായ ഒരു നിലപാടായിരുന്നു മുൻകാലങ്ങളിൽ എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിൽ സഖികെട്ടാണ് വളരെ പെട്ടെന്ന് ഒരു വലിയ വളർച്ചയായിരുന്നു ആസാമിൽ BJPക്ക് ഉണ്ടാകുന്നത്. ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പെട്ടെന്ന് ആ കാലം മുതലാണ് BJPക്ക് ആസാമിലെ കാലെടുത്ത് വയ്ക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ മുൻകൂട്ടി പറഞ്ഞത് തന്നെ ഈ കുടിയേറ്റക്കാർ ഈ രാജ്യത്ത് കടന്നു വന്ന് അവരുടെ ഈ ആസാമികളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു, അവരുടെ സാമ്പത്തികം, അവരുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നു, ആ രീതിയിലുള്ള പ്രസ്താവനയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ അന്ന് പറഞ്ഞതെല്ലാം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ആരംഭിച്ചിട്ട് കുറച്ച് കാലമായി. ഇത് ഇന്ന് ഒരു ദിവസം കൊണ്ടല്ലല്ലോ ഇതൊക്കെ നടക്കുന്നത്. കോൺഗ്രസിൽ ഗതികെട്ടിട്ടാണ് BJPയിലേക്ക് പോയത്. അപ്പോൾ അത് BJP സർക്കാരിന്റെ ഉത്തരവാദിത്വം കൂടെയല്ലേ നടപ്പിലാക്കണം? തീർച്ചയായിട്ടും. BJP സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനം കൂടിയാണ്. അതുകൊണ്ട് സർക്കാരിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അവരുടെ ഉത്തരവാദിത്വമാണ്, അവരുടെ കടമയാണ്. ജനങ്ങളോട് വാക്ക് പറഞ്ഞിട്ടാണ് അവർ അധികാരത്തിൽ കയറിയത്. അതിനു വേണ്ടിയിട്ടാണ് ജനം അവരെ അധികാരത്തിൽ കയറ്റിയത്. അസമിലെ വിഭവങ്ങൾ അസമിലുള്ളവർക്ക്, അസം സ്വദേശികൾക്ക്, അത് ഈ പറയുന്നത് പോലെ അഭയാർത്ഥി പ്രവാഹമൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ കുറച്ച് നാൾ അവിടെ താമസിപ്പിച്ചിട്ട് പ്രശ്നങ്ങൾ അവസാനിക്കുമ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് അയക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. വെള്ളപ്പൊക്കം വരുമ്പോൾ, അവിടെ കലാപം ഉണ്ടാകുമ്പോൾ ഒക്കെ ഇന്ത്യ അത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിനൊക്കെ പ്രത്യേകം റെസ്ക്യൂ ഷെൽട്ടറുകളുണ്ട്, പ്രത്യേകം അഭയാർത്ഥി ക്യാമ്പുകൾ തുറക്കും. ഇത് അങ്ങനെയല്ല. ഇത് വളരെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ ഡെമോഗ്രഫി, ജനസംഖ്യാപരമായ കാര്യങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് സംഭവിച്ചിരിക്കുന്നതാണ് എന്ന് വ്യക്തമാണ്.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അസമിൽ NPR നടപ്പാക്കണം, അതുപോലെ ഈ പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ തോതിലുള്ള എതിർപ്പും ആണ് നമ്മുടെ രാജ്യത്തുനിന്ന് ഉയർന്നത്. ഇപ്പോൾ ഇതിനെന്ത് മറുപടി പറയും ഈ എതിർത്ത ആൾക്കാർ? അവർക്ക് എന്തെങ്കിലും പറയാനുമായി ചർച്ച ചുരുക്കി കാണേണ്ടതുണ്ടോ? കാരണം ത്രിപുരയായാലും ബംഗാളായാലും മറ്റ് ബംഗ്ലാദേശിന്റെ അയൽ സംസ്ഥാനങ്ങളിൽ ബംഗാളിൽ ഇപ്പോഴും അത് വളരെയധികം തുടരുകയാണ്. അവർ അവിടുത്തെ വോട്ടറാകുന്നു, അതോടൊപ്പം തന്നെ അവിടുത്തെ വോട്ടിംഗ് പ്രക്രിയകളിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ആ ബംഗാൾ സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജാഗ്രത പുലർത്തും? ബംഗാൾ സർക്കാർ ഒരു ജാഗ്രതയും പുലർത്തുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ജാഗ്രത പുലർത്തുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശ് അതിർത്തിയിൽ അവിടുന്ന് ആൾക്കാർക്ക് ഇപ്പുറത്തേക്ക് വരാം, ചികിത്സിക്കാൻ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് ഒക്കെ വരാം, കച്ചവട ആവശ്യങ്ങൾക്ക് വരാം. ഒരു സൗഹൃദ ആയിരുന്നു ബംഗ്ലാദേശ്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു. ചെറിയൊരു പരിശോധന ചെക്ക് പോസ്റ്റ് അതിർത്തിയിലുണ്ടാകും, അവർ ഇപ്പുറത്തേക്ക് വരും, അവരുടെ കാര്യം കഴിയും, തിരിച്ചു പോകും. പക്ഷേ ഈ കൂട്ടത്തിൽ നിരവധി ആൾക്കാർ ഇവിടെ വന്ന് ഈ പറയുന്ന മമതയുടെയും ഇടതുപക്ഷ സർക്കാരുകൾ ഭരിച്ചിരുന്ന കാലത്ത് അവരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി വ്യാജ ID കാർഡുകൾ, വോട്ടേഴ്സ് ID കാർഡുകളൊക്കെ നിർമ്മിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സുഗമമായി പങ്കെടുത്തുകൊണ്ടിരുന്നു. അവരുടെ വോട്ട് ആർക്ക് പോകുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തെ, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിൽ ഈ ബംഗ്ലാദേശ് തലവേദന, ബംഗ്ലാദേശികൾ നമ്മുടെ ഈ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഭരണം അവർക്ക് അനുകൂലമാക്കി നിലനിർത്താൻ ശ്രമിച്ചിരുന്നു. അത് അസമിലാകട്ടെ, ബംഗ്ലാദേശിലാകട്ടെ, ത്രിപുരയിലാകട്ടെ ഒക്കെ അത് സംഭവിച്ചിരുന്നു. 2014 കേന്ദ്രത്തിൽ NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പരിശോധന കർശനമാക്കുകയും നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണ് സുതാര്യമായി, സത്യസന്ധമായി അവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ആരംഭിച്ചത്. അതുകൊണ്ട് എന്ത് പറ്റി? ഈ പറഞ്ഞ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കൊണ്ടിരുന്നവരൊക്കെ വലിയ രീതിയിൽ പിന്നിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ത്രിപുരയിൽ എന്ത് നടന്നു, അസമിൽ എന്ത് നടന്നു, ബംഗാളിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു, ഇത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഇത്തരത്തിൽ ഈ നിയമ നടപടികൾ ആരംഭിച്ചപ്പോൾ ഡൽഹിയിലും ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു, പ്ലക്കാർഡുകൾ ഉയർന്നു. പിന്നെ എന്താ പറയേണ്ട, പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് വലിയ ആശങ്ക. ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവനും തങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ വേണ്ടി ഇനി അപ്പൂപ്പൻ പഠിച്ചിരുന്ന കാലത്ത് SSLC ബുക്ക് സംഘടിപ്പിക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ച് നമുക്കറിയാമല്ലോ. വലിയ തോതിലാണ് ഇവിടെ പ്രക്ഷോഭങ്ങൾ നടന്നത്, മയ്യത്ത് നമസ്കാരങ്ങൾ നടന്നത്. ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയി. വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഈ നടപടികൾ പുരോഗമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ 1,66,000 പേരെ നമുക്ക് അസമിൽ നിന്ന് മാത്രം കുടിയേറിയവരാണ്, അനധികൃതമായി നുഴഞ്ഞു കയറിയവരാണെന്ന് കണ്ടെത്തി ഒഴിപ്പിക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ കണക്കുകൾ നമ്മുടെ കൈവശമുള്ളത്. നോക്കൂ, അസമിൽ ഇത്രയും പേരുണ്ടെങ്കിൽ ആ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലും അസമിലും ത്രിപുരയിലും ഒക്കെ വന്നിട്ട് അവിടെ നിന്ന് ദക്ഷിണ ഇന്ത്യയിലേക്ക് വന്നവരുടെ എണ്ണം എത്രയായിരിക്കും? കേരളത്തിലേക്ക് വന്നവരുടെ എണ്ണം എത്രയായിരിക്കും? ഏതാണ്ട് 2 ലക്ഷം ബംഗ്ലാദേശികൾ കേരളത്തിലുണ്ട് എന്നൊരു അനൗദ്യോഗിക കണക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചില പത്രപ്രവർത്തകരാണ് അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. അത് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തത് കൊണ്ട് നമുക്കതൊരു രേഖയായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില ഭീഷണികൾ നമുക്കുണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അത്തരം സംസ്ഥാന സർക്കാരുകളുടെ വീഴ്ച ഇന്ത്യയിലെ എല്ലാ ഭാഗത്തെയും ബാധിക്കുന്നുണ്ടല്ലോ. ബംഗാൾ വഴി ഡൽഹിയിലേക്കും അതോടൊപ്പം തന്നെ തമിഴ്നാട്, കേരളം ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും എല്ലാം വലിയ രീതിയിൽ ഈ കുടിയേറ്റം ഉണ്ടാകാനുള്ള കാരണം ഇത്തരം സർക്കാരുകൾക്ക് സംഭവിക്കുന്ന വീഴ്ചകളാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ ബംഗ്ലാദേശി വന്ന് വ്യാജ ID കാർഡൊക്കെ ഉപയോഗിച്ച് വസ്തു വാങ്ങി വീട് വെച്ച് താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരിനെ പിന്നെ എന്തിന് കൊള്ളാം? ഇവിടുത്തെ പോലീസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഓപ്പറേഷൻ ക്ലീൻ ആരംഭിച്ചപ്പോൾ നമുക്കറിയാം ഒറ്റയടിക്ക് എത്ര പേര് പിടിയിലായി. ഏതാണ്ട് 50-60 പേരുടെ കണക്കുകളിൽ പോലീസ് പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. 60 അല്ല, 600 പോലുമല്ല, അതിനേക്കാൾ കൂടുതലായിരിക്കാനാണ് സാധ്യത. അത് നമ്മുടെ സുരക്ഷയോർത്ത് നാട്ടിൽ പെട്ടെന്നൊരു ഭീതി ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച് പോലീസ് യഥാർത്ഥ കണക്ക് പുറത്തുവിടാത്തതായിരിക്കും. എന്തായാലും ശരി, വളരെ കൃത്യമായിട്ട് രാജ്യമെങ്ങും ഓപ്പറേഷൻ ക്ലീൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ മാത്രം 40,000 റോഹിംഗ്യകൾ ഉണ്ടെന്നാണ് കണക്ക്. അവർക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭരണകാലത്ത് റേഷൻ കാർഡ്, ID കാർഡ്, എല്ലാ സൗകര്യവും, ഇൻഷുറൻസ് കാർഡ് ഒക്കെ കൊടുത്തിരുന്നു. അവരെ അവിടെ ഇന്ത്യൻ പൗരന്മാരായിട്ടാണ് അവരെ അവിടെ താമസിപ്പിച്ചിരുന്നത്. നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം. ഇവിടെ ഒന്ന് ആലോചിക്കണം, ഇതുകൊണ്ട് അവസരം നഷ്ടപ്പെടുന്നത് ആർക്കാണ്? പാവപ്പെട്ട ഇന്ത്യക്കാർക്കാണ്. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെ ഒരു പങ്കാണ് ഇത്തരക്കാർ കൊണ്ടുപോകുന്നത്. ഇവരത് ഒട്ടും തന്നെ അർഹിക്കുന്നില്ല. അവരെ പുനരധിവസിപ്പിക്കേണ്ടത് അവരുടെ രാഷ്ട്രത്തെ ഭരണാധികാരികളുടെ ചുമതലയാണ്. അവരത് ചെയ്യുന്നില്ല. പകരം ഇങ്ങോട്ടേക്ക് തള്ളിവിടുകയാണ്. എന്തിനാണ്? ഇവിടെ അസ്ഥിരത സൃഷ്ടിക്കാൻ, ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ. ഇതെന്തായാലും തിരിച്ചറിഞ്ഞ് ഇപ്പോൾ സർക്കാർ
വളരെ കൃത്യമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അസം സർക്കാരിനെ മാതൃകയാക്കിക്കൊണ്ട് ബംഗാളും ത്രിപുരയും കേരളവും കർണാടകയും തമിഴ്നാടും ഒക്കെ ഈ കാര്യത്തിൽ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. അവർ കൃത്യമായി നടപടികൾ സ്വീകരിച്ച് ഇവരെ കണ്ടെത്തി കൃത്യമായിട്ട് അവരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള നിയമ നടപടി സ്വീകരിക്കണം എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ.